ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ തിരുവചനം ശ്രദ്ധിക്കാൻ വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള 32ാമത്തെ പ്രഭാഷണമാണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുവാനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് പറഞ്ഞ ഒരു ഉപമയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. വായിക്കുന്നു. ഒരു മനുഷ്യൻ പരദേശത്തേക്ക് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. വാക്യം 15. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തിക്ക് പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. വാക്യം 16. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. വാക്യം 18. 1 ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു. വാക്യം 19. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്ക് തീർത്തു. മത്തായിയുടെ സുവിശേഷം 25:20. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു, വേറെ 5 കൂടി കൊണ്ടുവന്നു. യജമാനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം 21. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. വാക്യം 22. 2 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനെ, 2 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 2 താലന്ത് കൂടി നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. ഇവിടെ യജമാനൻ 5 താലന്ത് നേടിയവനെയും 2 താലന്ത് നേടിയവനെയും ഒരുപോലെ പ്രശംസിക്കുകയും ഒരുപോലെ പ്രൊമോഷൻ കൊടുക്കുകയും ചെയ്യുകയാണ്. ഈ യജമാനൻ എന്താ കണക്കറിഞ്ഞുകൂടെ? 5 താലന്ത് നേടിയവനെയും 2 താലന്ത് നേടിയവനെയും ഒരുപോലെ എന്താണ് കണക്കാക്കിയത്? യജമാനന് 5ഉം 2ഉം ഒരുപോലെയാണ്. കാരണം 5 താലന്ത് നേടിയവന് 5 താലന്ത് ലഭിച്ചിരുന്നു, 2 താലന്ത് നേടിയവന് 2 താലന്ത് ലഭിച്ചിരുന്നുള്ളൂ. 2 കൂട്ടരും നേടിയത് ഒരുപോലെയാണ്, ഇരട്ടിയാണ്. അതുകൊണ്ട് ഈ യജമാനന് കണക്കറിയാൻ മേലഞ്ഞിട്ടല്ല, ഓരോരുത്തരുടെയും പ്രാപ്തിക്കനുസൃതമായി കൊടുത്തു. അവർക്ക് കൊടുത്തതനുസരിച്ച്, അവർ വാങ്ങിയതനുസരിച്ച് നേടിയാൽ മതി. 5 താലന്ത് നേടിയവൻ 5 നേടിയുള്ളൂ, 2 താലന്ത് നേടിയവൻ 2 നേടി. അതുകൊണ്ട് 2 പേരെയും ഈ യജമാനൻ അഭിനന്ദിക്കുകയാണ്. ഇനി 3ാമത്തെ ആളിനെ നമുക്ക് നോക്കാം. വാക്യം 24. 1 താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞ്. വാക്യം 25. ഭയപ്പെട്ട് ചെന്ന് നിൻ്റെ താലന്ത് മറച്ചു വെച്ചു, നിൻ്റേതിതാ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. വാക്യം 26. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ.
നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോടുകൂടി വാങ്ങിക്കൊള്ളുമായിരുന്നു. വാക്യം 28. ആ താലന്ത് അവൻ്റെ പക്കൽ നിന്ന് എടുത്ത് 10 താലന്തുള്ളവന് കൊടുപ്പീൻ. അങ്ങനെ ഉള്ളവന് ഏവനും ലഭിക്കും, അവന് സമൃദ്ധിയായും ഉണ്ടാകും. ഇല്ലാത്തവനോടോ ഉള്ളതുകൂടി എടുത്തു കളയും. ഇതൊരു അന്യായമായി നമുക്ക് തോന്നും. ഇല്ലാത്തവൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ 1 താലന്തുള്ളവൻ്റെ കയ്യിൽ നിന്ന് അതെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക അനീതിയായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഈ 1 താലന്തുമായിട്ട് ഇവൻ ഇരിക്കുന്നത് കൊണ്ട് അവനും പ്രയോജനമില്ല, ഭൂമിയിൽ ആർക്കും പ്രയോജനമില്ല. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും നന്മ കിട്ടിയിട്ട് കാര്യമില്ല. വ്യാപാരം ചെയ്യുന്നവരുടെ കയ്യിലാണ് ദൈവം കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് എനിക്കില്ല എന്നുള്ള പരിഭവം വേണ്ട, മറ്റൊരാൾക്ക് ഉണ്ടെന്നുള്ള അസൂയയും വേണ്ട. നിനക്ക് ഇല്ലാതിരിക്കുന്നതിൻ്റെ കാരണം നീ തന്നെയാണ് എന്നുള്ള സത്യവും കൂടി കർത്താവ് നമ്മെ ഈ വചനത്തിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. തീർന്നില്ല. 30-ാം വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ചില ഉപമകളെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉപമകളൊന്നും തന്നെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ടതല്ല. കാരണം അതിന് പല അർത്ഥതലങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ആ ഉപമ ആര് കേട്ടുവോ അവരോടുള്ള വ്യക്തമായ ദൂതാണ്. അവരോടുള്ള ബന്ധത്തിലുള്ള ചില പശ്ചാത്തലങ്ങളും ചില ചിന്തകളുമൊക്കെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാകും. അവരോട് മാത്രമല്ല ആയിരുന്നെങ്കിൽ അത് വേദപുസ്തകത്തിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ഇത് വായിക്കുന്ന ഏവരോടുമുള്ള ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ ആ ഉപമയ്ക്കകത്തുണ്ടാകും. ഒന്നെങ്കിൽ സ്വർഗത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ദൈവരാജ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അന്ത്യന്യായവിധിയെക്കുറിച്ച്, അല്ലെങ്കിൽ നരകത്തെക്കുറിച്ച്. അങ്ങനെ ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത ആഴമേറിയ ചില മർമ്മങ്ങൾ ലളിതമായ ഭാഷയിൽ വിശദീകരിച്ച് നൽകുന്നതാണ് ഉപമകൾ. ഈ ഉപമകൾക്കെല്ലാം യുഗപരമായ അർത്ഥങ്ങളും പ്രവചനങ്ങളുമൊക്കെ ഒളിഞ്ഞും മറഞ്ഞും ഇരിക്കുന്നുണ്ടാവും. അത് ഈ കൃപായുഗത്തിൽ പുതിയ നിയമ ഉപദേശത്തിന് അനുസൃതമായിട്ട് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ തെറ്റുവരികയില്ല. ഈ ഉപമയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ പഠിക്കേണ്ട ഒരു ഉപമയാണ്. കാരണം ഇതിന് ഒരു പശ്ചാത്തലമുണ്ട്. റോമൻ സാമ്രാജ്യം ഇവിടെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് യേശു കർത്താവ് ഈ ഉപമ പറയുന്നത്. ആ കാലഘട്ടത്തിൽ ധനമുള്ളവരും ദാസന്മാരുമുള്ളവരുമൊക്കെ പ്രമാണികളാണ്. അവരെയാണ് റോമൻ ചക്രവർത്തി രാജാവായിട്ടോ മറ്റിതര ഭരണകർത്താക്കളായിട്ടോ ഒക്കെ നിയമിക്കുന്നത്. അങ്ങനെയുള്ള നിയമനം ലഭിക്കേണ്ടതിന് വേണ്ടി റോമിലേക്ക് യാത്രയാകും. അത് 1-2 മാസം നിൽക്കുന്ന കാര്യമല്ല, ചിലപ്പോൾ വർഷങ്ങൾ തന്നെ എടുക്കും. അവിടെ ചെന്ന ആൾക്കാരെയൊക്കെ സ്വാധീനിച്ച് രാജാവായിട്ടോ മറ്റിതര ഭരണകർത്താക്കളായിട്ടോ മടങ്ങി വരും. അങ്ങനെ പോകുന്ന യജമാനന്മാർ തൻ്റെ ദാസന്മാരെ മുതലുകളെല്ലാം ഏൽപ്പിക്കുകയാണ്. ഇന്നത്തെ വ്യാപാര രീതികളൊന്നുമല്ലല്ലോ അന്ന്. സ്വർണവും വെള്ളിയും അതുപോലെ മൃഗസമ്പത്തുകളും കാർഷിക മേഖലകളുമൊക്കെയാണ് അന്നത്തെ സ്വത്തുക്കൾ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വർണമുണ്ടെങ്കിൽ, അങ്ങനെയുള്ള സമ്പത്തുകളുണ്ടെങ്കിൽ യജമാനന്മാർ തൻ്റെ ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾ വ്യാപാരം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അധികാരമേൽക്കേണ്ടതിന്, അല്ലെങ്കിൽ രാജാവാകേണ്ടതിന്, അതിന് സ്വാധീനം ചെലുത്തേണ്ടതിന് റോമിലേക്ക് പോകും, വിദൂരദേശത്തേക്ക് പോകും. 1-2 വർഷം കഴിയുമ്പോൾ അദ്ദേഹം മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ ചിലപ്പോൾ രാജാവായിട്ടായിരിക്കും മടങ്ങി വരുന്നത്. അപ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് കണക്കൊക്കെ തീർക്കും. താൻ കൊടുത്ത താലന്തുകൾ അല്ലെങ്കിൽ സ്വർണം, സമ്പത്ത്
എങ്ങനെ വ്യാപാരം ചെയ്തു, ലാഭമുണ്ടാക്കിയോ നഷ്ടമുണ്ടാക്കിയോ എന്നൊക്കെ കണക്ക് നോക്കും. ലാഭമുണ്ടാക്കിയവർക്ക് തൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ തൻ്റെ സ്വത്തിൽ അല്ലെങ്കിൽ തൻ്റെ അധികാര പരിധിയിൽ ഉയർന്ന നിലയിലേക്കുള്ള പ്രൊമോഷൻ കൊടുക്കും, അവരെ അഭിനന്ദിക്കും. എന്നാൽ ചില ദാസന്മാർ മടിയന്മാരായിരിക്കും. എല്ലാ യജമാനന്മാരും റോമിൽ പോയിട്ട് മടങ്ങി വരണമെന്നില്ല, ചിലരൊക്കെ മരിച്ചു പോകും. എല്ലാവരും രാജാവായിട്ട് മടങ്ങി വരണമെന്നില്ല, ചിലരൊക്കെ പരാജയപ്പെട്ട് അധികാരം നഷ്ടപ്പെട്ട് മടങ്ങി വരും. അതുകൊണ്ട് ചിലരൊക്കെ മടിയന്മാരാകും, ചിലരൊക്കെ യജമാനൻ്റെ സ്വത്ത് സ്വന്തമായിട്ടൊക്കെ ഉപയോഗിക്കും. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലം ഇതിൻ്റെ പിന്നിലുണ്ട്. കർത്താവ് ഈ ഉപമ പറയുമ്പോൾ ഇവിടെ ഒരു യജമാനൻ വിദൂരദേശത്തേക്ക് പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ ദാസന്മാരെ അടുക്കൽ വിളിക്കുകയാണ്. 3 പേരാണ് പ്രധാനപ്പെട്ട ദാസന്മാർ. അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം താലന്ത് കൊടുക്കുകയാണ്. ഇത് മിക്കവാറും സ്വർണമായിരിക്കും. അതുകൊണ്ട് വ്യാപാരം ചെയ്ത് യജമാനന് ലാഭമുണ്ടാക്കണം. 1-2 വർഷം കഴിയുമ്പോൾ യജമാനൻ മടങ്ങി വരുമ്പോൾ അത് ലാഭമാക്കി മാറ്റണം. അങ്ങനെ യജമാനൻ ദൂരദേശത്തേക്ക് പോകുകയാണ്. ഈ താലന്ത് ലഭിച്ചവർ ഉടനെ, അല്ലെങ്കിൽ ഈ സ്വർണം ലഭിച്ചവർ ഉടനെ അതിൽ 2 പേര് വ്യാപാരത്തിന് പോകുകയാണ്. ഒരുത്തൻ പോയി വ്യാപാരം ചെയ്ത് 5 കൂടി നേടി, യജമാനൻ്റെ ധനത്തെ ഡബിളാക്കി. 2 താലന്ത് വാങ്ങിയവനും അയ്യോ എനിക്ക് 2 ലഭിച്ചുള്ളൂ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടില്ല. കാരണം ഓരോരുത്തരുടെ പ്രാപ്തിക്കൊത്തവണ്ണമാണ് യജമാനൻ കൊടുത്തത്. ഇവൻ എത്ര കൊടുത്താൽ വ്യാപാരം ചെയ്യുമെന്ന് യജമാനൻ അറിയാം. 2 താലന്ത് ലഭിച്ചവൻ അവൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം അവൻ വ്യാപാരം ചെയ്ത് 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ച യജമാൻ്റെ ദാസന് ഒരു കുഴി എടുത്ത് അവനത് കൊണ്ടുപോയി കുഴിച്ചിട്ട് ഭദ്രമായത് സൂക്ഷിച്ചു വെച്ചു. കുറേ വർഷങ്ങൾക്ക് ശേഷം യജമാനൻ മടങ്ങി വരികയാണ്. മടങ്ങി വന്നിട്ട് തൻ്റെ ദാസന്മാരെ വിളിച്ചുകൂട്ടി കണക്ക് തീർക്കുകയാണ്. ആദ്യത്തെ പരിപാടി കണക്ക് തീർക്കുകയാണ്. അപ്പോൾ ഈ 5 താലന്ത് നേടിയവൻ സന്തോഷത്തോടു കൂടി യജമാൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, യജമാനെ അങ്ങനെക്ക് 5 താലന്തല്ലേ നൽകിയത്, ഞാൻ 5 കൂടെ നേടിയിട്ടുണ്ട്. യജമാനൻ ആ സദസ്സിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ഞാനിവിടെ ഇല്ലാതിരുന്നപ്പോൾ നീ വിശ്വസ്തമായിട്ടാണ് വ്യാപാരം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിനക്കുള്ള ആ സ്ഥാനത്തിൽ നിന്ന് ഒരു ഉയർന്ന പ്രൊമോഷനിലേക്ക് ഞാൻ നിന്നെ നിയമിക്കുകയാണ്. നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരകനാക്കും. അപ്പോൾ 2 താലന്ത് നേടിയവനും നിൽക്കുകയാണ്. അവൻ 5 നേടിയില്ലല്ലോ. അവൻ യജമാൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, യജമാനെ ഞാൻ 2 താലന്തേ നേടിയുള്ളൂ. യജമാനൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈ 5 താലന്ത് നേടിയവനോട് പറഞ്ഞതുപോലെ തന്നെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരകനാക്കും എന്ന് പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് നിന്ന 3-ാമത്തെ ദാസൻ, താലന്ത് കുഴിച്ചിട്ടവൻ, വലിയ ബുദ്ധിമാനായിരുന്നു, തന്ത്രശാലിയായിരുന്നു. താലന്ത് നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഒരു കുഴിയൊക്കെ കുഴിച്ച് അത് മണ്ണിട്ട് ഒക്കെ മൂടിയത്. അല്ല, വീട്ടിലെവിടെയെങ്കിലും വെച്ചാൽ കള്ളന്മാർ മോഷ്ടിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവൻ ബുദ്ധിമാനായിരുന്നു. അവൻ യജമാൻ്റെ അടുക്കിലേക്ക് ഒട്ടും സങ്കോചം കൂടാതെ അവൻ പറയുകയാണ്, യജമാനെ നീ വലിയ ശക്തനാണെന്ന് എനിക്കറിയാം, വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുന്നവനാണ് നീ, വിതറാത്തടത്തുനിന്ന് ശേഖരിക്കുന്നവനാണ് നീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിനക്ക് പാടശേഖരങ്ങളും വിത്തുകളുമൊന്നും ആവശ്യമില്ല, കൊയ്ത്തും മെതിക്കളമൊന്നും നിനക്ക് ആവശ്യമില്ല. 1000 ചാക്ക് അരിയോ ഗോതമ്പോ വേണമെന്ന് പറഞ്ഞാൽ അത് നിൻ്റെ അടുക്കലേക്ക് ഓടി വരും. അത്ര കഴിവുള്ളവനാണ് നീ. പിന്നെ ഈ 1 താലന്ത് വ്യാപാരം ചെയ്തിട്ട് നിനക്ക് നേടേണ്ട ആവശ്യം എന്താണ് എന്ന് പറഞ്ഞ് വരുത്താനാണ് അവൻ ആദ്യം ഇത് പറഞ്ഞത്. പിന്നീട് അവൻ പറഞ്ഞു, നീ കഠിന മനുഷ്യനാണെന്ന് എനിക്കറിയാം, എനിക്ക് അങ്ങേ വളരെ ഭയമാണ്.
ഈ താലന്ത് ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കയ്യിൽ നിന്ന് പോകുകയോ പരാജയം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നീ എന്നെ ന്യായം വിധിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഞാനൊരു കുഴി കുഴിച്ച് ഭദ്രമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടിട്ടില്ല. നിൻ്റെ താലന്ത് ഇതാ എടുത്തുകൊള്ളുക എന്നവൻ പറയുകയാണ്. വളരെ വിദഗ്ധനാണ്, വളരെ ബുദ്ധിമാനാണ് അവൻ. വളരെ തന്ത്രപരമായിട്ട് യജമാനൻ്റെ മുൻപിൽ അഭിനയിക്കുകയാണ്. പക്ഷേ യജമാനൻ ഇവനേക്കാൾ ബുദ്ധിമാനാണല്ലോ, അധികാരിയാണല്ലോ. യജമാനൻ അവനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ശരി, നിനക്ക് വ്യാപാരം ചെയ്യാൻ കഴിയില്ലായിരുന്നെങ്കിൽ അവിടെ പൊൻവാണിഭക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെ കയ്യിൽ നീ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. നീ ഒരു ജോലിയും ചെയ്യേണ്ട, അവർ അതിന് പലിശ തരുമായിരുന്നു. അപ്പോൾ എനിക്ക് മുതലും പലിശയുമായിട്ട് മടക്കി കിട്ടുമായിരുന്നല്ലോ. നീ അതുപോലും ചെയ്തില്ല. ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് അവനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിലുള്ള ആ താലന്ത് വാങ്ങി 10 താലന്തുള്ളവർക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതാണ് കർത്താവ് പറഞ്ഞ ഉപമ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഉപമയ്ക്ക് അനേക അർത്ഥതലങ്ങളുണ്ട്. എന്നാൽ നമ്മളോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ ഉപമയെ നമ്മൾ വ്യാഖ്യാനിച്ചാൽ, ഇതിലെ യജമാനൻ, ഇതിലെ ദാസന്മാർ, ഇവരെയൊക്കെ പഠിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി കഴിയും. ഈ ഉപമയിലെ യജമാന് ദാസന്മാരുണ്ട്. ഈ ഉപമയിലെ യജമാനൻ ദാസന്മാർക്ക് അവരുടെ പ്രാപ്തിക്ക് തക്കവണ്ണം കൊടുക്കുന്നവനാണ്. 5 വ്യാപാരം ചെയ്യാൻ പ്രാപ്തിയുണ്ട് എന്ന് തോന്നിയാൽ 5 താലന്ത്, 2 വ്യാപാരം ചെയ്യാനേ ഇവന് പ്രാപ്തിയുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ അവന് 2, 1 താലന്ത് വ്യാപാരം ചെയ്യാനുള്ള കഴിവേ ഇവനുള്ളൂ എന്ന് മനസ്സിലാക്കിയാൽ 1 താലന്ത്. തൻ്റെ ദാസന്മാരുടെ പ്രാപ്തി, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ന് അറിയാവുന്നവനാണ് ഈ യജമാനൻ. ഈ യജമാനൻ തൻ്റെ ദാസന്മാരുടെ സമ്പത്ത് ഉപയോഗിച്ച് ധനവാനാക്കാൻ ആഗ്രഹിക്കുന്നവനല്ല. തൻ്റെ സമ്പത്ത് ദാസന്മാർക്ക് കൊടുത്തിട്ട് വ്യാപാരം ചെയ്യുവാൻ പറയുന്ന യജമാനാണ് ഈ യജമാനൻ. പ്രിയപ്പെട്ടവരെ, ഈ ഉപമയിലെ യജമാനൻ മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശുവാണ്. യേശു കർത്താവ്. കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? യജമാനൻ എന്നാണ്. യേശുവാണ് നമ്മുടെ യജമാനൻ. യേശുവിനെ കർത്താവെന്ന വായ്കൊണ്ട് ഏറ്റു പറയുന്നവർ, യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവൻ ആണ് രക്ഷിക്കപ്പെടുന്നത്. റോമൻ ചക്രവർത്തിമാരെ കർത്താവെന്ന് വിളിക്കണമായിരുന്നു. അങ്ങനെ വിളിക്കാത്തവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കാലത്ത് പൗലോസ് പറയുകയാണ്, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, മരിച്ചവരിൽ നിന്ന് യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റുവെന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും എന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ടവർക്കെല്ലാം യേശു കർത്താവ് യജമാനനാണ്. യേശു കർത്താവ് കർത്താവാണ്. യേശു തൻ്റെ മക്കൾക്ക്, തൻ്റെ ദാസന്മാർക്ക് അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം തൻ്റെ സമ്പത്ത്, തൻ്റെ താലന്ത് കൊടുക്കുന്നു. തൻ്റെ രാജ്യത്തിൻ്റെ വിശ്രുതിക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച എനിക്കും നിങ്ങൾക്കും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ചില സമ്പത്തുകൾ, ചില താലന്തുകൾ യേശു നമ്മളിൽ നൽകിയിട്ടുണ്ട്. ഇന്ന് നമുക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ കണ്ണാകട്ടെ, നമ്മുടെ കാലാകട്ടെ, നമ്മുടെ കൈകളാകട്ടെ, നമ്മുടെ ഹൃദയമാകട്ടെ, നമ്മുടെ ബ്രെയിൻ ആകട്ടെ, നമ്മുടെ ഹാർട്ടാകട്ടെ, നമ്മുടെ പാങ്ക്രിയാസ് ആകട്ടെ, നമ്മുടെ ഈ ആരോഗ്യമാകട്ടെ, നമ്മുടെ സൗന്ദര്യമാകട്ടെ, ഒന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. ദൈവം നമുക്ക് നൽകിയ സമ്പത്തുകളാണ്. ഇന്ന് നിങ്ങൾക്ക് കാറുണ്ടെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ, വീടുണ്ടെങ്കിൽ, ബാങ്കിൽ പണമുണ്ടെങ്കിൽ, അതൊന്നും ഒരു കാലത്ത് ഉണ്ടായിരുന്നില്ല. നാം ജനിച്ചു വന്നപ്പോൾ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ സമ്പത്തുകളാണ്. ഇന്ന് നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, ഭാഷയുണ്ടെങ്കിൽ, പ്രസംഗിക്കാനുള്ള കഴിവ്, പഠിപ്പിക്കാനുള്ള കഴിവ്,
പാടാനുള്ള കഴിവ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ജനിച്ചു വന്നപ്പോൾ നമുക്കുണ്ടായിരുന്നതല്ല. ദൈവം നൽകിയ സമ്പത്തുകളാണ്, ദൈവം നൽകിയ താലന്തുകളാണ്. അവയൊക്കെ നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തന്നെ അവ കൊണ്ട് യജമാനന് വേണ്ടി, കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി വ്യാപാരം ചെയ്യുവാൻ കൂടി നമ്മൾ ശ്രദ്ധാലുക്കളാകണം എന്നുള്ള കാര്യം മറക്കരുത്. ഓരോ വ്യക്തികളും അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം, യജമാനൻ അവർക്ക് കൊടുത്തതിനൊത്തവണ്ണം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ മതി. അങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് യജമാനന് വളരെ നിർബന്ധമാണ്. അങ്ങനെ നമ്മുടെ കർത്താവ് എനിക്കും നിങ്ങൾക്കുമൊക്കെ താലന്തുകൾ നൽകിയിട്ടുണ്ട്. താലന്തുകൾ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പാടാനോ പ്രസംഗിക്കാനോ എഴുതാനോ ഒക്കെയുള്ള കഴിവുകൾ, സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ഉപയോഗിച്ച് നിങ്ങളൊരു ഡോക്ടറായിരിക്കാം, നിങ്ങൾ ഒരു നേഴ്സായിരിക്കാം, നിങ്ങൾ ഒരു ജഡ്ജായിരിക്കാം, നിങ്ങളൊരു പോലീസ് ഓഫീസറായിരിക്കാം, നിങ്ങളൊരു പക്ഷേ ഒരു മിനിസ്റ്ററായിരിക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിച്ച താലന്തുകളാണ്. അതൊക്കെ മനുഷ്യ സേവനത്തിനും യേശു കർത്താവിനും ഇത് നൽകിയ യജമാനു വേണ്ടിയുള്ള വ്യാപാരം ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം മറക്കരുത്. ഈ താലന്തുകളെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനൻ പരദേശത്തേക്ക് പോയിരിക്കുകയാണ്. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ബേത്ലഹേമിൽ വരികയാണ്. 33.5 വർഷം ഇവിടെ ജീവിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, ഊമരെ സംസാരിപ്പിച്ചു, ചെകിടരെ കേൾപ്പിച്ചു, മുടന്തരെ നടത്തി, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഈ സന്ദർഭത്തിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചു, അവർക്ക് താലന്തുകൾ ഏൽപ്പിച്ചു. കർത്താവ് ക്രൂശിൽ മരിച്ചു, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് അവരോട് പറഞ്ഞു, നിങ്ങൾ യെരുശലേമിൽ പോകണം, നിങ്ങൾ യഹൂദയിൽ പോകണം, നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം പോകണം, താലന്തുകൾ വ്യാപാരം ചെയ്യണം, അങ്ങനെ സകല ജാതികളെയും ശിഷ്യരാക്കണം എന്ന് പറഞ്ഞിട്ട് കർത്താവ് വിദൂരദേശത്തേക്ക് സ്വർഗത്തിലേക്ക് പോയി. ആ കർത്താവ് മടങ്ങി വരുമെന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മണവാളനായി വരും, രാജാവായി വരും, ന്യായാധിപനായി വരുമെന്നൊക്കെ വളരെ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യജമാനൻ മടങ്ങി വന്നപ്പോൾ എന്താണ് ചെയ്തത്? ദാസന്മാരെ വിളിച്ച് കണക്ക് തീർക്കുകയാണ്. പ്രവാചകനിലൂടെ ദൈവം ചോദിക്കുകയാണ്, ഞാൻ കണക്ക് തീർക്കുന്ന നാളിൽ നിൻ്റെ കരം ബലപ്പെട്ടിരിക്കുമോ? നമ്മുടെ കർത്താവിന് ശേഷം കണക്ക് തീർക്കുന്ന ഒരു ന്യായവിധി നമുക്കുണ്ട്. ദൈവം നമുക്ക് നൽകിയ താലന്തുകൾ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് നൽകിയ ബുദ്ധി, നമുക്ക് നൽകിയ കഴിവ്, നമുക്ക് നൽകിയ ഭാഷ, നമുക്ക് നൽകിയ വിദ്യാഭ്യാസം, നമുക്ക് നൽകിയ അധികാരം, നമുക്ക് നൽകിയ പണം, നമുക്ക് നൽകിയ സാഹചര്യം, സ്വാതന്ത്ര്യം, ഇതെല്ലാം ഉപയോഗിച്ച് കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചതിനനുസരിച്ച് നമുക്ക് പ്രതിഫലം കർത്താവ് നൽകും. നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞ് സഹസ്രാബ്ദ ഭൂമിയിൽ അധികാരങ്ങൾ നൽകുന്ന ഒരു കർത്താവിനെ നമുക്ക് തിരുവചനത്തിൽ വായിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് യേശു കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ പണം, നിങ്ങളുടെ കഴിവുകളെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരെ നിങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. ലോകത്തിൽ ആരും നിങ്ങളെ അറിഞ്ഞില്ലെങ്കിലും, നിങ്ങൾ പ്രവർത്തിക്കുന്ന സമൂഹങ്ങളോ സംഘടനകളോ നിങ്ങളെ മാനിച്ചില്ലെങ്കിലും, യജമാനൻ വരുമ്പോൾ നിങ്ങളെ ആദരിക്കും, നിങ്ങളെ മാനിക്കും, നിങ്ങളെ അധികത്തിൽ കാര്യവിചാരകനാക്കും. അതുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ച താലന്തുകൾ ആരുടെയും അഭിനന്ദനത്തിന് വേണ്ടി നിൽക്കാതെ വ്യാപാരം ചെയ്യുന്നതിൽ മാത്രം വ്യാപൃതരായിരിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഇടയാക്കട്ടെ. എന്നാൽ ഇവിടെ മൂന്നാമത്തെ ദാസനെ നമ്മൾ ആഴമായി പഠിക്കേണ്ടതാണ്. ഞാനും നിങ്ങളുമായി ആ മൂന്നാമത്തെ ദാസനായി തീരുവാൻ ഇടയാകരുത്. മൂന്നാമത്തെ ദാസനെ കർത്താവ് വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായ ദാസനെ എന്നാണ്. എന്തുകൊണ്ടാണ് അവനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിയത്? അവൻ്റെ കയ്യിൽ നിന്നുള്ളതെല്ലാം എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്? അപ്പോൾ താലന്തുകൾ വ്യാപാരം ചെയ്തില്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നാണോ? അതാണോ രക്ഷയുടെ അടിസ്ഥാനം? പിന്നെ യേശു ക്രൂശിൽ മരിച്ചത് എന്തിനാണ്? താലന്ത് വ്യാപാരം ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകാമെങ്കിൽ, താലന്ത് വ്യാപാരം ചെയ്തില്ലെങ്കിൽ നരകത്തിലേക്ക് പോകുമെങ്കിൽ യേശു ക്രൂശിൽ മരിച്ചതെന്താണ്? പ്രിയപ്പെട്ടവരെ, രക്ഷ സൗജന്യമാണ്, കൃപയാണ്. നമ്മുടെ പ്രവൃത്തിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയില്ല. യേശു കർത്താവിനെ ഒരുവൻ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ അവന് രക്ഷ
സൗജന്യമായി ലഭിക്കുകയാണ്. അവൻ ദൈവപൈതലായി തീരുകയാണ്. അവൻ കർത്താവിൻ്റെ ദാസനായി തീരുകയാണ്. അവൻ്റെ മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ ആ കൃപയിൽ അവൻ നിൽക്കണം. ഇടക്കാലത്ത് അവൻ ദുഷ്ടനായിപ്പോയാൽ, അവൻ മടിയനായിപ്പോയാൽ അവന് ലഭിച്ച രക്ഷ നഷ്ടപ്പെടാം എന്നാണ് ഈ ഉപമ പഠിപ്പിക്കുന്നത്. നിശ്ചയമായിട്ടും ഈ മൂന്നാമത്തെ ദാസൻ യജമാനൻ്റെ ദാസൻ തന്നെയാണ്. ആ താലന്ത് വാങ്ങിച്ച സന്ദർഭത്തിൽ അവൻ വിശ്വസ്തനാണ്, അവൻ ദാസനാണ്, അവന് കുറവൊന്നുമില്ല. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവൻ ദുഷ്ടനായിപ്പോയി, അവൻ മടിയനായിപ്പോയി. അതുകൊണ്ട് അവന് ഒരു ന്യായവിധിയല്ലാതെ മറ്റൊന്നും ശേഷിക്കുന്നില്ല. ഈ ദാസനെ നിങ്ങളൊന്ന് പരിശോധിക്കുക. തെറ്റുപറ്റിയെന്നല്ല അവനിവിടെ പറയുന്നത്. തെറ്റുപറ്റിയിട്ടും താലന്ത് കുഴിച്ചിട്ടിട്ടും തൻ്റെ കൂട്ടുകാർ വ്യാപാരം ചെയ്യുന്ന കണ്ടിട്ടും അത് കണക്ക് തീർക്കുന്ന കണ്ടിട്ടും യജമാനെ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കാതെ അവസാന നിമിഷം വരെ അവൻ്റെ തെറ്റിനെ ന്യായീകരിക്കാനുള്ള തന്ത്രങ്ങളാണ് അവൻ ഉപയോഗിക്കുന്നത്. കാരണം അവൻ ദുഷ്ടനാണ്. ഒരു ദൈവപൈതൽ ദൈവകൃപയിൽ നിന്ന് അകന്നുപോയി ദുഷ്ടനാകാൻ സാധ്യതയുണ്ട്, കൃപ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ തെറ്റുകളെ എപ്പോഴും അവർ ന്യായീകരിച്ചു കൊണ്ടിരിക്കും. ആ തെറ്റിന് ഒരു ക്രമീകരണം വരുത്താനോ ക്ഷമ ചോദിക്കാനോ അവർ തയ്യാറാകുകയില്ല. ആരെങ്കിലും അവരുടെ തെറ്റിനെതിരായി വിരൽ ചൂണ്ടിയാൽ അവനെ ഉപദ്രവിക്കാവുന്നിടത്തോളം അവർ ഉപദ്രവിച്ചിരിക്കും. അക്കൂട്ടത്തിൽ അവർ പാടുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്യും. പക്ഷേ അങ്ങനെയുള്ളവരെല്ലാം ദുഷ്ടദാസന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. യൂദായെ നിങ്ങൾ നോക്കുക. യേശു അവനെ തൻ്റെ ദാസനായിട്ട്, തൻ്റെ ശിഷ്യനായിട്ട്, അപ്പോസ്തലനായിട്ട് യേശുവാണ് തിരഞ്ഞെടുത്തത്. പക്ഷേ പിന്നീട് അവൻ ദുഷ്ടദാസനായി തീരുകയാണ്. അതുകൊണ്ട് അവനിലുണ്ടായിരുന്ന താലന്ത്, അവൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. അവൻ്റെ നിത്യത നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിൻ്റെ വേലയ്ക്കായി ഇറങ്ങി, ഇപ്പോഴും പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, വിശ്വാസിയാണ്, ആരാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ലോദിക്കുക. സഭയിലെ നഗ്നനെ പോലെ, കുരുടനെ പോലെ, ദരിദ്രനെ പോലെ സ്വയം തൃപ്തിപ്പെടാതെ ഒന്ന് പരിശോധിക്കണം. ഞാൻ ഈ കൃപയിലാണോ? ഞാൻ ദുഷ്ടദാസനായി തീർന്നിട്ടുണ്ടോ? ഞാൻ മടിയനായി തീർന്നിട്ടുണ്ടോ? എൻ്റെ തെറ്റുകളെ എനിക്ക് ക്രമീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ടോ എന്നെല്ലാം സ്വയം നമ്മൾ ഒന്ന് പരിശോധിച്ചാൽ നാം ഇപ്പോഴും യജമാനൻ്റെ ദാസനാണോ? യജമാനൻ്റെ ദാസനായി അഭിനയിച്ചുകൊണ്ട് തന്നെ താലന്ത് കുഴിച്ചിട്ട ദുഷ്ടദാസനാണോ എന്ന് നമുക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയമായിട്ട് പരിശോധിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മരണം വരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവ് വരെ യജമാനൻ്റെ ഒരു ദാസനായിട്ട് നമുക്ക് വേഷത്തിലും വാക്കുകളിലും പ്രവൃത്തിയിലും അഭിനയിച്ച് എല്ലാവരുടെയും മുൻപിൽ വലിയൊരു ദാസനായി തന്നെ നമുക്ക് നിൽക്കാൻ കഴിയും. പക്ഷേ ഹൃദയങ്ങളെ അറിയുന്നവൻ, ഉൾപ്പൂവുകളെ അറിയുന്നവൻ, കണക്ക് തീർക്കുന്നവൻ, കണക്ക് ചോദിക്കുന്നവൻ വരുമ്പോഴാണ് നാം ആരായിരുന്നുവെന്ന് വ്യക്തമാകുവാൻ പോകുന്നത്. സ്വർഗത്തിൽ പോകേണ്ട ഈ മനുഷ്യൻ, യജമാനൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കേണ്ട ഈ മനുഷ്യൻ, യജമാനൻ്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ട ഈ മനുഷ്യൻ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക്, കരച്ചിലും പല്ലുകിടിയുമുള്ള സ്ഥലത്തേക്ക് പോകുന്നത് എത്ര ദയനീയമായ കാര്യമാണ്. നമ്മുടെ കർത്താവ് വരാറായി. അന്ന് രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് രണ്ടുപേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് യജമാനൻ്റെ 3 ദാസന്മാരിൽ 2 പേർ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. ഇതിൽ ഞാനും നിങ്ങളും ആരോടൊപ്പമായിരിക്കും? സ്വയമായി ചിന്തിക്കാം. യേശു കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം, നമ്മെ തന്നെ വിനയപ്പെടുത്താം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, താലന്ത് കുഴിച്ചിട്ട് ആ ദാസനെ പോലെ, യൂദയെപ്പോലെ ഞങ്ങൾ അധപ്പതിച്ചു പോകാതെ ഞങ്ങളുടെ മരണം വരെ, കർത്താവിൻ്റെ വരവ് വരെ ഞങ്ങളെ ഏൽപ്പിച്ച താലന്തുകൾ മടികൂടാതെ വ്യാപാരം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. എൻ്റെ പ്രേക്ഷകർക്ക് നൽകണമേ. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു കർത്താവിൻ്റെ പുനരാഗമനത്തെക്കുറിച്ചുള്ള 33-ാമത്തെ പ്രഭാഷണം ശ്രദ്ധിക്കുന്നവരെ കർത്താവിൻ്റെ കൃപ നിങ്ങളോട് എവരോടും കൂടി ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.